നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Vandoor. കാളികാവ് ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ചെറിയൊരു മഴയ്ക്ക് പോലും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജംഗ്ഷനിലുള്ള അഴുക്ക് ചാലുകളിൽ മണ്ണ് മൂടിയതാണ് കാരണം. വിഷയവുമായി ബന്ധപ്പെട്ട വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും നിരന്തരം പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘം ജംഗ്ഷനിലെത്തി പരിശോധന നടത്തി. തുടർന്ന് പാലം മുതൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ഡ്രെയിനേജ് വൃത്തിയാക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി. കാളികാവ് ടൗണില് കഴിഞ്ഞ 2 മഴ പെയ്ത സമയത്ത് ചില കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്തിനുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനൊരു പരിഹാരം കാണുക എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ മലയോര ഹൈവേ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയ, ഡ്രൈനേജ് ഏരിയ നിലവിൽ ഈ വണ്ടൂര് കാളികാവ് റോഡിലേക്ക് ഉണ്ട് താനും. അപ്പൊ അതിന്റെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. പക്ഷെ അതിന്റെ മുന്നേ ഈ കടകളിലേക്ക് കയറുന്ന വെള്ളത്തിന് നാളെ തന്നെ ഇതിന്റെ ഡ്രൈനേജ് JCB വെച്ച് മാന്താനുള്ള സംവിധാനം നടപടികളായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ജംഗ്ഷനിലൂടെ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കാരണം ഡ്രെയിനേജ് അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടുണ്ടാകാൻ മറ്റൊരു കാരണമാണ്. അതേസമയം പാലം മുതൽ ജംഗ്ഷൻ അങ്ങാടി വരെ വർഷങ്ങളായി പാടെ തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. ഈ തകർന്ന ഭാഗം PWDയുടെ പരിധിയിൽ പെടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം റോഡ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗവും വിഷയത്തിൽ കൈമലത്തുകയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നമുക്കറിയാം, 5 വർഷത്തോളമായിട്ട് കാളിയാവിൽ നമുക്കറിയാം, കാളിയാവ് പാലം, പഴയ പാലം പൊളിഞ്ഞ് സ്ലാബ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ട് അതിന്റെ അപ്രോച്ച് റോഡുകൾ രണ്ടും പൊളിഞ്ഞ് താറുമാറായി ആകെ കുത്തികളൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഇവിടെ നമ്മുടെ ജംഗ്ഷനിലുള്ള വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് PWD എഞ്ചിനീയർ വന്നിരുന്നു വണ്ടൂരിൽ. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഹൈമാസ്റ്റ് വരെയുള്ള ഭാഗം, അതായത് പാലത്തിന്റെ അപ്പുറത്തുള്ള ആ മന്തിക്കട മുതൽ ഈ ഹൈമാസ് വരെയുള്ള ഭാഗം ഏത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണെന്നുള്ളത് വരെ സ്ഥിരീകരിച്ചിട്ടില്ല. അത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിലാണ് എന്നും പറയുന്നുണ്ട്, അതുപോലെ NH കൈമാറി എന്നും പറയുന്നുണ്ട്. അതേസമയം അപ്പം തന്നെ ഞങ്ങൾ NHന്റെ ഓവർസിയറെ വിളിച്ചു. അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതുവരെയാണ് ഈ വർക്കുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ വണ്ടൂർ കാളികാവിന്റെ റോഡ് വർക്ക് നടക്കുന്നതിന് ഇത് ഉൾപ്പെടും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഏതാണ് ഇതിന്റെ അതോറിറ്റി എന്നുള്ളത് വരെ സ്ഥിരീകരിക്കാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് 5 വർഷമായിട്ട് കാളികാവ് ദുരിതത്തിൽ നിന്ന് വിട്ടുമാറാത്തൊരവസ്ഥ. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുപ്പിക്കേണ്ട ഒരാൾ MLA ആണ്. അദ്ദേഹം ഇതിന് യാതൊരു കാര്യത്തിലും ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇനിയെങ്കിലും ഇടപെടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിലവിൽ വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണം നടക്കുന്നുണ്ട്. ഈ നവീകരണ പ്രവൃത്തിയിലും ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഉൾപ്പെടുന്നില്ല. ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരും വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ, കാളികാവ്. നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ്, പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.